പടക്കളം എന്ന് പറയുന്ന ചിത്രം 2 ദിവസമായി റിലീഫായിട്ട് നമ്മൾ ഇതിൻ്റെ റിവ്യൂ കിട്ടാൻ വളരെ വൈകിപ്പോയി. എന്നാലും പടക്കളം എന്ന് പറയുന്ന സിനിമയെപ്പറ്റി എനിക്ക് ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ നമ്മൾ ലോജിക്കും ബുദ്ധിയൊന്നും ഉപയോഗിക്കരുത്. സിനിമ കാണാൻ വേണ്ടി അകത്ത് കയറി പൊട്ടിച്ചിരിക്കുക, അതിനകത്ത് അതെന്താ അങ്ങനെ വന്നത്, ഇതെന്താ ഇങ്ങനെ വന്നതെന്നൊന്നും ഒരു കാരണവശാലും ചിന്തിക്കാൻ പാടില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ യാതൊരു അന്ത്യവുമില്ല, ചിന്തിച്ചില്ലെങ്കിൽ യാതൊരു കുന്തവുമില്ല. യഥാർത്ഥ അവസ്ഥയാണ് ഈ ചിത്രം. ഈ ചിത്രത്തിനകത്ത് നമ്മൾ ചിരിക്കാൻ വേണ്ടി കാണുക. ഇപ്പം ചില കോമഡി ഷോയൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ല നമ്മൾ, യുക്തിയൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. യുക്തി ചിന്തിച്ച് കഴിഞ്ഞാൽ ചിരിക്കാൻ പറ്റില്ല. ചിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചിത്രം കാണുവാണെങ്കിൽ കൃത്യമായിട്ട് കാശ് മുടക്കി കയറിക്കോ, നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കാനുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. മനു സ്വരാജ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകനാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. പുള്ളി വളരെ വൃത്തിയായിട്ട് പുള്ളി എന്താണ് മനസ്സിലാഗ്രഹിച്ചത് അത് ഈ സ്ക്രീനിലേക്ക് പകർത്താൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. തുടക്കത്തിൽ ഏത് ഗണത്തിൽപ്പെടുന്ന ചിത്രമാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ഇച്ചിരി പാടുപെടും. കാരണം നമ്മുടെ ശബ്ദത്തിലൂടെ ഇന്ദ്രജിത്ത് വന്ന് നമ്മുടെ എന്താ പറയുന്നത് എമ്പുരാനിലൊക്കെ വന്ന് പറയുന്ന ആ രീതിയിലുള്ള ഇന്ദ്രജിത്ത് വരികയും അതുപോലെ പകിടകളിയെപ്പറ്റി പറയും. വിനോദത്തിന് വേണ്ടി ഉണ്ടാക്കിയ പകിടകളി, വിജയനഗര സാമ്രാജ്യത്തിലെ ഉണ്ടായ ഈ പകിടകളി അത് കരയും കടലുമൊക്കെ കടന്ന് തിരുവിതാംകൂർ രാജാവായ കാർത്തിക തിരുനാളിൻ്റെ അടുത്തെത്തുന്നിടത്താണ് ഐതിഹ്യം തുടങ്ങുന്നത്. ഈ ഐതിഹ്യത്തിൻ്റെ രസച്ചരട് നമ്മുടെയിലേക്ക് തന്നിട്ട് ഇന്ദ്രജിത്ത് പോവുകയാണ്. നമുക്ക് തോന്നി ഇതൊരു ഹൊറർ ചിത്രമാണോ എന്നൊക്കെ തോന്നി. പക്ഷേ ഹൊററല്ല എന്നുള്ളത് പിന്നാണ് മനസ്സിലായത്. ഹൊറർ കോമഡി ത്രില്ലിംഗ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ചിത്രമാണ്. പല രീതിയിൽ ഈ ചിത്രം പറയാം. വേണമെങ്കിൽ ഹൊറർ രീതിയിൽ പറയാം, മറ്റൊന്ന് എന്താ പറയുന്നത് വേറൊരു രീതി പറയാം. ഇങ്ങനെ ഈ ഗണത്തിൽപ്പെടുന്ന ഒത്തിരി ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ചിത്രങ്ങളിലൊന്നും പേര് പറയുന്നില്ല, കാരണം എന്താണ് ഈ ചിത്രം എന്നുള്ളത് നമ്മുടെ ചിത്രങ്ങളിലെ പേര് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പോകുന്നില്ല, കാരണം ചിത്രങ്ങളുടെ പേര് പറയുന്നില്ല. ഈ ഗണത്തിൽപ്പെട്ട ഒത്തിരി ചിത്രങ്ങൾ വന്ന് പല രീതിയിലായിട്ട് എടുത്തിട്ടുണ്ട്. ഹൊറർ രീതിയിൽ എടുത്തിട്ടുണ്ട്, ത്രില്ലർ വിഭാഗത്തിൽ എടുത്തിട്ടുണ്ട്, അതുപോലെ കോമഡി കലർന്ന രീതിയിലും എടുത്തിട്ടുണ്ട്. ഈ മനു സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി കോമഡി രീതിയിൽ തന്നെയാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. അപ്പം ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന 3 കഥാപാത്രങ്ങൾ നമ്മുടെ ബെഞ്ഞാറമൂട് സുരാജും ഷറഫുദ്ദീനും മറ്റൊന്ന് സന്ദീപ് പ്രദീപ് എന്ന് പറയുന്ന വ്യക്തിയുമാണ്. സന്ദീപ് പ്രദീപിൻ്റെ ആദ്യം ചിത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. മികച്ച രീതിയിൽ ആ കഥാപാത്രം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥിയായിട്ടാണ്, കാർത്തിക തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുറച്ച് കൂട്ടുകാരും ആദ്യമേയൊക്കെ നമുക്ക് തോന്നി ഇവരെല്ലാവരും കൂടി ഇരുന്ന് കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുന്നു, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല, ഇതാണോ സിനിമയെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. പിന്നെ പാടപ്പാടെ ഷറഫുദ്ദീൻ വരുന്നു. ഷറഫുദ്ദീൻ ആദ്യ പകുതി കൈയടക്കുന്നു. 2ാം പകുതിയിലേക്ക് നമ്മുടെ ബെന്നാർമൂട് സുരാജിന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചിരിയുടെ ഒരു വെളിപൂരമായിട്ട് ചിത്രം മാറുന്നുണ്ട്. ഞാൻ ഈ ചിത്രം കാണാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് യുക്തിയും ബുദ്ധിയൊന്നും പ്രയോഗിക്കരുത്. ഇതിൻ്റെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. തെറ്റുകൾ കണ്ടുപിടിക്കാൻ മുട്ടിന് തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. നമുക്ക് ലോജിക്കൊന്നും വേണ്ട. പൊട്ടിച്ചിരിക്കുക, ഒരു 2-2.5 മണിക്കൂറിൽ നിന്ന് പൊട്ടിച്ചിരിക്കുക, ഇത് മാത്രം ഉദ്ദേശിച്ച് മാത്രം പടത്തിന് കയറുക. കുട്ടികൾക്കുമൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ചിത്രമാണ്. ചിരി ഇഷ്ടമില്ലാത്തവരാരും ഇല്ലല്ലോ. അപ്പോൾ ചിരി ഇഷ്ടപ്പെടുന്നവർക്ക് നിശ്ചയമായിട്ടും കയറി കാണാം. പിന്നെ വലിയ ലോകത്തരം ആണെന്നൊന്നും പറയാനില്ല. പക്ഷേ ഈ ഇറങ്ങിയ ചിത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു ആൾക്കാരെ ആകർഷിക്കാൻ പറ്റിയ ഘടകങ്ങളെല്ലാം ഉൾപ്പെടുത്തിയുള്ളൊരു ചിത്രമാണ് മനു സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി ഒരുക്കി വച്ചിരിക്കുന്നത്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും അതെല്ലാം ഇനി തിയേറ്ററിലുള്ള ഈ ചിത്രത്തിൻ്റെ ഓട്ടം തെളിയിക്കേണ്ടതാണ്. ചിത്രങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ അവരുടെ റോള് ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത്
നമ്മൾ തുടരി എന്ന ചിത്രത്തിലെ ശാന്തമീ രാത്രിയിൽ നമ്മൾ കണ്ടു. അത് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ രണ്ട് രീതിയിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അത് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുകയും കൈയടിപ്പിക്കുകയൊക്കെ ചെയ്ത രംഗങ്ങളാണ്. ഇപ്പോൾ ഇതിനകത്തും റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ കളിക്കളം എന്ന ഗാനം വീണ്ടും ഈ രീതിയിലൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു സുഖം തോന്നി. കാരണം പഴയ ഗാനങ്ങൾ പുതിയ രീതിയിലൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം തോന്നി. അത് എനിക്ക് തോന്നുന്നു ഇതിനി ഒരു ട്രെൻഡായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് കണ്ടു കഴിയുമ്പോൾ ഇതെല്ലാം ബോറാവുകയും ചെയ്യും അല്ലേ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നത് വളരെ രസകരമാണ്. പഴയ ഗാനങ്ങളിലൊക്കെ പുതിയ സിനിമയിലൊക്കെ വരുമ്പം ഒരു പ്രത്യേക രസം അതും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ എന്താ പറയുന്നത്, ഇതിൻ്റെ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ മൊത്തം ഞാൻ പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് കഴിയുന്നത് ഞാൻ കഥയിലേക്ക് കടക്കുന്നൊന്നുമില്ല. ഈ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടു നോക്കുക, പൊട്ടിച്ചിരിക്കാൻ, കുട്ടികളും എല്ലാം കൂടെ അവധിക്കാലം ആനന്ദകരമാക്കാൻ ഈ ചിത്രം പോയി കണ്ടു കഴിഞ്ഞാൽ 100% ഇഷ്ടപ്പെടും എന്ന് മാത്രം എനിക്ക് തോന്നുന്നു. കാരണം പ്രതീക്ഷകളൊന്നും വെച്ച് പോകണ്ട. അതുപോലെ ചിത്രം കണ്ടതിന് ശേഷം തിരിച്ച് വല്ലതും കൊണ്ടുവരാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്നുമില്ല. അത് അവിടെ തന്നെ ഇറക്കി വെച്ചിട്ട് വരിക എന്ന് മാത്രമേ ഉള്ളൂ. വിഷയമായി വീണ്ടും ഞാനെത്താം. ഓക്കെ.